السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. فلا يستطيعون توصية ولا إلى أهلهم يرجعون. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما بعد الرحمن هذا ما وعد الرحمن وصدق المرسلون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. إن أصحاب الجنة اليوم في شغل فاكهون. هم وأزواجهم في ظلال على الأرائك متكئون. لهم فيها فاكهة ولهم ما يدعون. سلام قولا من رب رحيم. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب واجعل رجائي غير منعكس
لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلم أمة سيدنا ومولانا محمد ആദരണീയരായ വ്യക്തിത്വങ്ങൾ ഒരുപാട് നാളായി ഈ വേദിയിൽ അച്ചടക്കത്തോടെ കൃത്യമായി ഒത്തുകൂടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ഒരുപാട് ആളുകൾ ഈ സദസ്സിന്റെ മഹത്വം മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ പറയുന്ന വേദിയിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അതും ഖുർആനിന്റെ ഹൃദയഭാഗമായ സൂറത്തു യാസീൻ, ആ യാസീനിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഈ വിശാലമായ ചർച്ചയിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാതിരിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ നേരുന്ന പല പ്രതിസന്ധികളും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ അപേക്ഷിച്ചവരുണ്ട്. ഓരോരുത്തരും തന്ന ലിസ്റ്റുകൾ വെവ്വേറെ വായിച്ച് വിഷയങ്ങൾ പറയുമ്പോഴേക്ക് സമയം ഒരുപാട് നഷ്ടപ്പെടുമെന്നതുകൊണ്ട് അതത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തയച്ച മുഴുവൻ അപേക്ഷകളും ഞാൻ വായിച്ചു. റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുറാദുകളെല്ലാം അല്ലാഹുവിനെ അറിയുകയും ചെയ്യും. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഈ സദസ്സിലിരിക്കുന്ന സജ്ജനങ്ങളുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ മഹത്വം കൊണ്ട് പാപ്പക്കറ പുരണ്ടിട്ടില്ലാത്ത ധാരാളം കുഞ്ഞുമക്കൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ കൈകളിലുണ്ട്. ആ കുഞ്ഞുമക്കൾ കാരണമായി ഞങ്ങളുടെ മുഴുവൻ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. കടങ്ങൾ നീ വീട്ടിത്തരണേ റഹ്മാനെ. വലിയ വലിയ പ്രതിസന്ധിയിലുള്ള ആളുകളും ഉസ്താദുമാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമൊക്കെ വളരെ വിഷമം പിടിച്ച രോഗങ്ങളുണ്ടെന്ന് പറഞ്ഞു ഒന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരാൾ തന്റെ ഭാര്യയുടെ പ്രശ്നം പറഞ്ഞു. അങ്ങനെ തുടങ്ങിയിട്ട് കിഡ്നിക്ക് അസുഖമുള്ളവരാ കൂട്ടത്തിലുണ്ട്. റഹ്മാനായ റബ്ബേ, എല്ലാം നിനക്കറിയാം. റബ്ബേ, നീ സദസ്സിലേക്ക് നോക്കി ഞങ്ങളുടെ മുറാദുകൾ എന്താണെന്ന് അറിയുന്ന നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം നീ സഫലമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ മുഴുവൻ മുറാദുകളും നീ സഫലമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ കയ്യൊഴിക്കരുതേ റഹ്മാനെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. മൂല്യങ്ങൾക്ക് നേരെ പല്ലെടുത്താലുണ്ടാകുന്ന അവസ്ഥ നാം വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഈ ദുനിയാവിൽ നന്മയെ കൊച്ചാക്കിയവൻ, മൂല്യങ്ങൾ വിളിച്ചു പറയുന്ന വചനങ്ങളെ കൊച്ചാക്കിയവൻ, നല്ലവരെ കൊച്ചാക്കിയവൻ, അവനൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന ആശയമായിരുന്നു ഇന്നലെ അവസാന ഘട്ടത്തിൽ നാം പറഞ്ഞു വെച്ചത്. തഖ്വ കൈമുതലാക്കി ജീവിക്കാൻ കൽപ്പിക്കുമ്പോഴും ശാരീരിക ബാധ്യത മാത്രം നിർവഹിച്ചാൽ പോരാ, സാമ്പത്തിക രംഗത്തും കൂടെ അല്ലാഹുവിനോടുള്ള സാമ്പത്തിക രംഗത്തും അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച നിയമവിലക്കുകൾ പൂർണ്ണമായി പാലിക്കണം. ശാരീരിക സാമ്പത്തിക സന്നദ്ധത പൂർണ്ണമാകണമെന്ന് പറയുമ്പോൾ അത്തരം നന്മയിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ
മുടന്ത ന്യായങ്ങൾ പറഞ്ഞു ഒളിച്ചോടുന്ന ടീം. അവർക്ക് താക്കീത് ചെയ്യുന്നത് നാളെ പരലോകത്ത് പുനരുത്ഥാനം വരാനുണ്ടെന്നാണ്. അവിടെ രക്ഷയും ശിക്ഷയും കിട്ടുമെന്നാണ് അവരോട് പറയുന്നത്. അപ്പോൾ അവർ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. ഈ ഭാഗം വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. വയഖൂലൂന, അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മതാ ഹാദൽ വഅദ്, എപ്പോഴാണ് ഈ വാക്തത്വ സമയം, എപ്പോഴാണ് ഈ വാക്തത്വം പുലരാനിരിക്കുന്നത്, എപ്പോഴാണെന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് പുലരുകയെന്ന് നിങ്ങൾ പറയണം. മുഅ്മിനീങ്ങളെ തൊട്ടാക്കിക്കൊണ്ടവർ ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞല്ലോ ഈ ലോകം അവസാനിക്കുമെന്ന്, എന്നിട്ട് രണ്ടാമതൊരു ലോകം തുടങ്ങാനുണ്ട്. അവിടെ യുഗലോകത്തെ നന്മ തിന്മകൾക്ക് ശിക്ഷാരക്ഷകൾ നൽകുമെന്ന് കേട്ടു. എപ്പോഴാണതിന്റെ സമയം എന്ന് പരിഹാസപൂർവം ചോദിക്കുന്നവരുണ്ട്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. എങ്കിൽ ഈ വിഷയം നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ തിടുക്കം കൂട്ടി ചോദിക്കേണ്ട കേസല്ല ഇത്. വരുമ്പോൾ അത്ര സുഖകരമായിരിക്കില്ല. എപ്പോഴാണോ നിങ്ങളുടെ തലയിലൂടെ വന്നു വീഴുന്നത്, എപ്പോഴാണോ സർവ്വലോകനാശം സംഭവിക്കുന്നത്, അതോടുകൂടെ ശേഷമുള്ള ലോകത്തേക്ക്, അനന്തര ലോകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആ കാര്യത്തെക്കുറിച്ച് ഭയമുണ്ടായിരിക്കണം, പേടിയുണ്ടായിരിക്കണം. നിങ്ങളങ്ങനെ തിരക്കുകൂട്ടി ചോദിക്കേണ്ട കേസല്ല ഇത്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്ന പരലോക ജീവിതത്തെ തെറ്റാക്കുമ്പോ, അതിനെ കുതിരയാക്കുന്ന സമയത്ത് അല്ലാഹു മറുപടി പറയുന്നത്, മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ, മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ. അവർ ഒരു ശബ്ദഘോഷം മാത്രമാണ്, ഒരു ഗർജനം മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരു മുഴക്കം, സൂറെന്ന കാഹളത്തിലൊരു മുഴക്കം വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇതാ ഖദിൽ തകമ ഇസ്രാഫീൽ സൂർ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കാഹളം, അതെടുക്കട്ടെ. എവിടെയാണ് സ്വിച്ച്, അത് ഓൺ ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ ശബ്ദം മുഴക്കട്ടെ, ആ കാഹളത്തിലൂതട്ടെ എന്നൊന്നും ചിന്തിക്കാൻ സമയമില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴാണോ അല്ലാഹുവിന്റെ ഓർഡർ വരുന്നത്, ആ സമയത്തങ്ങ് ഊതിക്കളയാൻ ഇസ്രാഫീൽ ഇപ്പോഴൊക്കെ സൂറ് വായിൽ കടിച്ചു പിടിച്ചു നിൽക്കുകയാണ്. എപ്പോഴും ഊതാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് ഇവർ വിചാരിക്കുന്നത് പോലെയല്ല, ഇവരിങ്ങനെ തിടുക്കം കൂട്ടി ചോദിക്കേണ്ട വിഷയമല്ല ഇത്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇത് തിടുക്കം കൂട്ടേണ്ട കേസല്ല. ആ കാര്യത്തിൽ വേണ്ടത്ര വിശ്വാസമില്ലാത്തവർ മാത്രമേ അതിനെ പരിഹസിച്ചുകൊണ്ട് തിടുക്കം കൂട്ടി ചോദിക്കൂ. യസ്തഅ്ജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ, യസ്തഅ്ജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ. ആ പരലോകത്തിൽ വിശ്വസിക്കാത്തവരാണ്. പരലോകം എപ്പോഴാ ഒന്ന് വരട്ടെ, ഒന്ന് കാണട്ടെ, ഞങ്ങളൊന്ന് അനുഭവിക്കട്ടെ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സൂറായുടെ 18-ാം ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു, അവിശ്വാസികളെ അത് തിടുക്കം കൂട്ടി ചോദിക്കൂ. എന്നാൽ
മാ യൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദ, ഒരു മുഴക്കം മാത്രമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴേക്ക് ഫഉഖുദുഹും വഹും യഹ്സിമൂൻ, ഫഉഖുദുഹും വഹും യഹ്സിമൂൻ, അവർ പ്രതീക്ഷിക്കുന്നതൊരു മുഴക്കം മാത്രമാണ്. ആ മുഴക്കം അവരെ വന്ന് പിടികൂടും. ഫഉഖുദുഹും വഹും യഹ്സിമൂൻ, അപ്പോഴും അവർ ഇവ്വിഷേകമായ ശക്തമായ തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാ എന്ന് ഖിയാമം വരെ ചോദിക്കുന്നവരുണ്ടാകും. ഇവിടെ നിരീശ്വരവാദികളും യുക്തിവാദികളും ഖിയാമം വരെ പ്രവർത്തിക്കും എന്നതിന്റെ ഒരു തെളിവും കൂടെയാണത്. ആരും പൂർണ്ണമായി ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം മഗ്ലാല എന്ന് പറഞ്ഞ ആ താൽപര്യങ്ങളുടെ ചങ്ങലകൾ കഴുത്തിൽ കുരുക്കിയിട്ട വിഭാഗം, അവർക്ക് പെട്ടെന്ന് സത്യത്തിലേക്ക് ആ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് മുമ്പിലും പിമ്പിലുമുള്ള മതിൽക്കെട്ടുകൾ തട്ടിത്തകർത്ത് അവർക്ക് സത്യം പുൽകാൻ വളരെ പ്രയാസമുണ്ടാവും. അതുകൊണ്ട് തന്നെ അന്നും വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. കലാനാഥൻ സാറെ പോലുള്ളവർ എന്നാണ് ഈ ഖിയാമം എന്ന് ചോദിച്ച് അല്ലാഹുവിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. എപ്പോഴാ ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് അവർ തർക്കിച്ചുകൊണ്ടിരിക്കേ ആയിരിക്കും ആ മഹാ മുഴക്കം അവരെ പിടികൂടുന്നത്. ആ മുഴക്കം മാത്രമാണ്, ആ മുഴക്കം അവരിലേക്ക് വരുന്നത്. ആ മുഴക്കത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടെ ലോകം നശിച്ചു കഴിഞ്ഞു. മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഹ്സിബൂൻ. ഇവർ യഥാർത്ഥത്തിൽ മതാ ഹാദൽ വഅദു, എപ്പോഴാണ് ഈ വാക്തത്വം പുലരുക എന്ന് ചോദിച്ചത് ഡേറ്റ് അറിയാൻ വേണ്ടി ചോദിച്ചതല്ല, അതിന്റെ ഫിക്സ്ഡ് തീയതി അറിയാൻ, എന്നിട്ട് അതിനനുസരിച്ച് തന്റെ കർമ്മങ്ങളും വിശ്വാസവും ചിട്ടപ്പെടുത്താൻ, അതിനുവേണ്ടി അല്ല ഇവരിത് അന്വേഷിച്ചത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങള് ഇവർ കുതർക്കത്തിനായി വെല്ലുവിളി സ്വരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഖിയാമം വരെ തുടർന്നുകൊണ്ടിരിക്കും ഇത്തരം കക്ഷികള്. അല്ലാഹു പറഞ്ഞു, ദീനിന്റെ വിരോധികൾ എന്നും ഇത് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു അന്ത്യനാളൊന്നും വരില്ല. അതൊക്കെ നമ്മളെ പേടിപ്പിക്കാനുള്ള ഓലപ്പാമ്പ് മാത്രമാണ് എന്ന് പറയുന്ന ടീമാണിത് ചോദിക്കുന്നത്. വയഖൂലൂന മതാ ഹാദൽ വഅദ്, വഅദ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ വഅദ് വഈദ് രണ്ട് പദപ്രയോഗങ്ങളുണ്ട്. വഅദ് വാക്തത്വമാണ്, വഈദ് ഭീഷണിയാണ്. എന്നാൽ അത് രണ്ടും വരുന്ന സമയത്ത് അങ്ങനെയാണെങ്കിലും വഅദ് എന്ന് ഒറ്റക്ക് പ്രയോഗിക്കുമ്പോൾ അത് ഖൈറിനെ പറ്റിയും ശർറിനെ പറ്റിയും പ്രതിഫലത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും ഒരുമിച്ച് പറയാം. അത്തരം ഒരു സ്ഥലമാണിത്. വയഖൂലൂന മതാ ഹാദൽ വഅദ് ഇൻ കുൻതും സാദിഖീൻ, എപ്പോഴാണ് ഈ വാക്തത്വ സമയം, നിങ്ങൾക്ക് രക്ഷയുണ്ടെന്നും ഞങ്ങൾക്ക് ശിക്ഷയുണ്ടെന്നും പറയുന്ന സമയം എപ്പോഴാ എന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണെന്ന് പറയുന്നത്. മക്കളെ, അതങ്ങനെ തിടുക്കം കൂട്ടി ചോദിക്കേണ്ട കേസല്ല. എപ്പോഴാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയില്ല. മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ, ഒറ്റ മുഴക്കം, രണ്ടാമതൊരു ഊത്തിന്റെ ആവശ്യമുണ്ടാകില്ല. ഒറ്റ ഊത്തോടുകൂടി നശിപ്പിക്കാൻ കഴിയും, ഒന്നിന് നശിപ്പില്ല. അപ്പൊ വീണ്ടും ഒരു ഊതണോ? അതിന്റെ ആവശ്യമില്ല. ഈ പറഞ്ഞത് രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത് മൂന്നാമത്തെ ഊത്തിനെ കുറിച്ചാണ്. അതിന്റെ മുമ്പ് ഒരു ഒന്നാമത്തെ ഊത്ത് നടക്കുന്നുണ്ടെന്ന് ഞാൻ പിന്നീട് പറയാം. ഏതാവട്ടെ, എത്ര പെട്ടെന്നാണ് ഇത് നടക്കുന്നത്? ഞൊടിയിട കൊണ്ടാണ് ഇത് നടക്കുന്നതെന്നറിയോ? ഞൊടിയിട കൊണ്ടാണ് ഇത് നടക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തഅഖുദുഹും വഹും യഖ്സിമൂൻ, അവരുടെ തർക്കം പോലും അവസാനിച്ചിട്ടുണ്ടാകില്ല. അതിന്റെ മുമ്പ് അവര് തലയിലൂടെ ഖിയാമം എന്ന് വീണേക്കാം എന്ന് താക്കീത് ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് കാണാം. ഖിയാമം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് വറജുലാനി യതബായആനി,
രണ്ടാളുകൾ പരസ്പരം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. വറജുലാനി യതബായആനി, രണ്ടാളുകൾ പരസ്പരം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരാൾ കൊള്ളുന്നു, ഒരാൾ വിൽക്കുന്നു. കൊള്ളുകയും വിൽക്കുകയും ചെയ്യുന്ന രണ്ടാളുകൾ അവരെവിടെയാ ഉള്ളത്? ഒരു ടെക്സ്റ്റൈൽസിലാണുള്ളത്. ഖദ് നശറാ അസ്വാബഹുമാ, മുത്തുനബിയുടെ വചനങ്ങളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഖദ് നശറാ അസ്വാബഹുമാ, ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച തുണി, ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ഷർട്ട് പീസ്, ഇത് ഞാൻ അതാ നിവർത്തി നോക്കുകയാണ്. മുതലാളി ഒരു തല പിടിച്ചിട്ടുണ്ട്, ടെക്സ്റ്റൈൽസ് ഉടമ അല്ലെങ്കിൽ അവിടെ സാധനം എടുത്തു കൊടുക്കുന്ന സഹോദരൻ ഒരു തല പിടിച്ചിട്ടുണ്ട്. കടക്കാരൻ ഒരു തലയും ഞാനൊരു തലയും പിടിച്ചു. ഞാൻ എടുക്കാൻ പോകുന്ന ഈ മുണ്ട് എത്രമാത്രം ഗുണനിലവാരമുള്ളതാണെന്ന് പരിശോധിക്കുകയാണ്. അത് നശറാ അസ്വാബഹുമാ, അവർ രണ്ടാളും കച്ചവടമുറപ്പിക്കാൻ പോകുന്ന വസ്ത്രങ്ങൾ നിവർത്തി പിടിച്ചോ. ഫലാ യസ്വിയാനിഹാ, ആ വസ്ത്രം ചുരുട്ടി വെക്കുന്നതിന്റെ മുമ്പ് ഖിയാമം സംഭവിച്ചു പോകും. ടെക്സ്റ്റൈൽസും അതുപോലെ തന്നെ ആ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സാധനങ്ങളും അതിലുള്ള മനുഷ്യരും പുറത്തുള്ളവരും അകത്തുള്ളവരും ലോകത്തുള്ളവരും മുഴുവനും നശിക്കും. നിവർത്തിയ തുണി മടക്കാൻ കഴിയില്ല. യഹ്സിമൂൻ എന്നതിന് അങ്ങനെയും അർത്ഥം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി കൊടുത്ത അർത്ഥമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. റാസി ഇമാം തന്നെ മറ്റുള്ള വ്യാഖ്യാതാക്കൾ കൊടുത്ത അർത്ഥവും കൂടെ കൊടുത്തിട്ടുണ്ട്. യഹ്സിമൂൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഭൗതിക വിഷയങ്ങളിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കച്ചവടം ഉറപ്പിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വിലപേശിക്കൊണ്ടിരിക്കുകയായിരിക്കും. വിലപേശൽ നടക്കുമ്പോ അവിടെ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വരുന്നു. അതാണ് ഉദ്ദേശിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് ആ വിഷയം വയഖൂലൂന മതാ ഹാദൽ വഅദ് ഇൻ കുൻതും സാദിഖീൻ എന്ന ആയത്തിനോട് തൊട്ടുപിറകിൽ വഹും യഖ്സിമൂൻ എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഗൗരവം കിട്ടുന്നു. ആ തർക്കം അവസാനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇറങ്ങിയേക്കാം. ടെക്സ്റ്റൈൽസിലൊന്നും പോകാൻ നിൽക്കണ്ട, എന്നാൽ അതൊക്കെ നടക്കും. ടെക്സ്റ്റൈൽസിൽ തുണി നിവർത്തി പിടിച്ചയാള് അത് മടക്കുന്നതിന്റെ മുമ്പ് ഖിയാമം സംഭവിക്കുന്നു. വറജുലു യലൂതു ഹൗദഹു ഫലാ യസ്തഖീം, ഒരു മനുഷ്യൻ കിണറ്റിന്റെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ വെള്ള ടാങ്കിന്റെ അടുത്ത് ചെന്ന് വെള്ളം കോരിയെടുക്കും തന്റെ മൃഗത്തിന് കൊടുക്കാൻ. പക്ഷേ ഫലാ യസ്തഖീം, തന്റെ ആട്ടിൻ കുഞ്ഞിനെ അത് കുടിപ്പിക്കാൻ കഴിയില്ല. തന്റെ പശുവിന് കൊടുക്കാനുള്ള വെള്ളം അവൻ കോരും. പക്ഷേ കൊടുക്കാൻ കഴിയുന്നതിന്റെ മുമ്പ് ഖിയാമം കഴിഞ്ഞു. കിണറുമില്ല, വെള്ളവുമില്ല, തൊട്ടിയുമില്ല, ഇവനുമില്ല, പശുവുമില്ല, എല്ലാം നശിച്ചു. റസൂലുള്ളാഹി തങ്ങൾ തുടരുന്നു. വറജുലു ഖദ് സറഫ ബിലബനി ലിഖഹതിഹി, വേറെ ഒരു മനുഷ്യൻ അവന്റെ കറവ പശുവിനെ കറന്ന് ആ കറന്നെടുത്ത പാലുമായി വീട്ടിലേക്ക് എഴുന്നേറ്റ് പോവുകയാണ്. വറജുലു ഖദ് സറഫ ബിലബനി ലിഖഹതിഹി, ലിഖഹതി എന്ന് പറഞ്ഞാൽ കറവുള്ള ഒട്ടകം. കറവൊട്ടകത്തെ കറന്ന പാലും എടുത്ത്, പശുവാണെങ്കിൽ പശു ഏതുമാവാം, നമ്മുടെ സാഹചര്യത്തിലാണ് ഞാൻ അർത്ഥം പറഞ്ഞത്. പശുവിന്റെ പാല് കറന്നു, പാല് ചുരത്തി തരുന്ന പശുവമ്മയുടെ പാല് കറന്ന് ആ പാത്രവുമായി അകത്തേക്കങ്ങ് കടക്കുന്നു. ഫലായത്വഅമുഹു, അത് കുടിക്കാൻ കഴിയില്ല. അത് കുടിക്കുന്നതിന്റെ മുമ്പ്, അത് കഴിക്കുന്നതിന്റെ മുമ്പ് അവൻ മരിച്ചു പോകുന്നു. ലോകം മുഴുവൻ തകരുന്നു. ഖിയാമം സംഭവിക്കാൻ ഒരുങ്ങിയാൽ അത്രേ ഉള്ളൂ. വറജുലു ഖദ് റഫഅ ഉകുലതുഹു ഇലാ ഫീഹി, ഒരു മനുഷ്യൻ നല്ല രൂപത്തിൽ അവന്റെ ചോറ്, അവന്റെ ഭക്ഷണം കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് തിന്നാൻ വേണ്ടി വളരെ മോഹത്തിൽ ഉരുള കുത്തി ആ ഉരുള വായിലേക്ക് ഉയർത്തും. വറജുലു യർഫഉ ഉകുലതുഹു ഇലാ ഫീഹി, അവൻ കുത്തിയ ഉരുള വായിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഫലാ യഅകുലുഹാ, അത് തിന്നാൻ കഴിയില്ല. ഇത് പറഞ്ഞിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഓതുന്നു. തഉഹുദുഹും വഹും മാ യൻദുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ തഉഹുദുഹും വഹും യഖ്സിമൂൻ.
പെടുന്നനെയായിരിക്കും കേട്ടോ ഖിയാമം വരിക. പെടുന്നനെയായിരിക്കുന്നത് സംഭവിക്കുക, സംശയിക്കേണ്ടതില്ല. അത് സംഭവിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല, പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. അതോടുകൂടെ പോകുക തന്നെ തീരുമാനമായി കഴിഞ്ഞു. അതാണോ നിങ്ങൾ ഇത്ര നിസ്സാരമായി ഇത്രയും ധൈര്യത്തോടുകൂടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ചിന്തിക്കണം. ആ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം ഇനി പച്ചയായി അല്ലാഹു പറയുന്നു, വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇങ്ങനെ ഈ ആയത്തുകൾ അതിന്റെ ചെറിയ ഒരു ഉദ്ദേശം ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇന്ന് നമ്മൾ അവതരിപ്പിക്കേണ്ട വിഷയത്തിലേക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. ആസ്വാദനങ്ങളുടെ, സ്വർഗീയ ആസ്വാദനങ്ങളുടെ നിറപ്പുകിട്ട്, അതാണ് ഇന്ന് നമ്മുടെ വിഷയം. അത് പറയാൻ, ആ വിഷയത്തിലേക്ക് എത്താൻ വേണ്ടി ഇന്നലെ ബാക്കി വന്ന ഭാഗം പെട്ടെന്നൊന്ന് ചെറുതായി ഇങ്ങോട്ട് വിശദീകരിക്കാൻ. എപ്പോഴാണ് ഈ ഖിയാമം നടക്കുക, എങ്ങനെയാണത് ഉണ്ടാവുക, അല്ലാഹു വ്യക്തമായി വിശദീകരിക്കുന്നു. ആദ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൊത്തമായി അതൊന്ന് പറഞ്ഞു, എത്ര പെട്ടെന്നാണത് സംഭവിക്കുക എന്ന് സൂചിപ്പിച്ചു. എന്നിട്ടല്ല പറയുന്നു, വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. കാഹളത്തിൽ ഊതപ്പെടും. ഇസ്രാഫീൽ അലൈഹിസ്സലാം കാഹളത്തിൽ ഊതും. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിലങ്ങ് ഊതപ്പെട്ടാൽ, ഊതപ്പെട്ടു എന്നാ ഖുർആൻ പ്രയോഗിച്ചത്, ഊതപ്പെടുമെന്ന ഉറപ്പുകൊണ്ടാത് പറഞ്ഞത്. വനുഫിഖ ഫിസ്സൂർ, സൂറിലൂതി കഴിഞ്ഞു കേട്ടോ. എന്നിട്ടാണോ നിങ്ങൾ എപ്പോഴാന്ന് ചോദിക്കുന്നത്? ഇന്നു നാളെ മറ്റന്നാൾ ഈ ലോകം തീരും. ആ സൂറെന്ന കാഹളത്തിലങ്ങ് ഊതിയാൽ ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ആദ്യം അല്ലാഹു പറഞ്ഞത് ഒന്നാമത്തെ ഊത്തോടുകൂടെ, അഥവാ സൂറത്ത് യാസീനിൽ പ്രതിപാദിച്ച ഒന്നാമത്തെ ഊത്തോടുകൂടെ ലോകം നശിക്കും. ഇനി രണ്ടാമത്തെ ഊത്ത്, അങ്ങനെ ലോകമങ്ങ് നശിച്ചുപോയി. അതുകൊണ്ട് എന്ത് വരാനാണെന്ന ചോദ്യം വരുന്നു. ലോകങ്ങ് നശിച്ചുപോയി, എല്ലാവരും മരിച്ചുപോയി, അതുകൊണ്ട് എനിക്കെന്ത് സംഭവിക്കാനാ എന്ന് ചോദിക്കുന്നവനോട് നാളെ ഒരു പുനരെഴുന്നേൽപ്പുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. കാരണം ഈ കാര്യം വരെ ഇന്ന് മനുഷ്യൻ ഭൂമി ലോകത്ത് നിന്ന് തന്നെ സമ്മതിക്കുന്നു. കണ്ടോ, എന്തിന് അല്ലാഹു തആല വനുഫിഖ ഫിസ്സൂർ എന്നും കൂടെ പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഭൂമി ലോകത്ത് ഇന്ന് തന്നെ സമ്മതിച്ചു. ഭൂമിക്ക് മരണമുണ്ടെന്ന് ശാസ്ത്രം സമ്മതിക്കുന്നു, സൂര്യന് മരണമുണ്ടെന്ന് ശാസ്ത്രം സമ്മതിക്കുന്നു. ഈ ലോകം അവസാനിക്കുമെന്ന് ഇന്നത്തെ ആധുനിക ശാസ്ത്രം സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പ്രാപഞ്ചിക സിസ്റ്റങ്ങൾ മൊത്തം തകരുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് വരുന്നതോടുകൂടെ അങ്ങനെ തകർന്നെങ്കിലെന്ത്, മരിക്കുന്നതോടുകൂടെ, ലോകം നശിക്കുന്നതോടുകൂടെ എല്ലാം കഴിഞ്ഞില്ലേ, പിന്നെ എന്തു വരാനാണ്? അവിടെയാ പറയുന്നത് വനുഫിഖ ഫിസ്സൂർ. പിന്നീടുണ്ട് സൂറെന്ന കാഹളത്തിലൊരു മുഴക്കം. ആ ഊതിയാൽ ഫഇദാ ഹും മിനൽ അജ്ദാഥ്, ആ സമയത്ത് മനുഷ്യരെല്ലാവരും മിനൽ അജ്ദാഥ്, അവരവരുടെ മണ്ണറകളിൽ നിന്ന്, ഫഇദാ ഹും മിനൽ അജ്ദാഥ്, അവരൊക്കെയും അവരവരുടെ മണ്ണറകളിൽ നിന്ന്. അജ്ദാഥ് എന്ന് പറഞ്ഞാൽ ഖുബൂർ, ജദഫ് എന്ന് പറഞ്ഞാൽ ഖബർ, അതിന്റെ ബഹുവചനമാണ് അജ്ദാഥ്. മിനൽ അജ്ദാഥ്, അവരവരുടെ ഖബറുകളിൽ നിന്ന്, മണ്ണറകളിൽ നിന്ന്, ഇലാ റബ്ബിഹിം യൻസിലൂൻ, എഴുന്നേറ്റവരുടെ രക്ഷിതാവിനെ ലക്ഷ്യം വെച്ച് കുതിച്ചോടുകയാണ്. കണ്ടോ നിങ്ങൾ, ഏതെല്ലാം ആളുകളുണ്ട് അവിടെ? ചിന്തിക്കേണ്ട വിഷയമാണ്. ആ ഊത്തിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. എത്ര ഊത്താണ് ശരിക്കും നടക്കുന്നത്? 3 ഊത്തുണ്ട്. 3 ഊത്ത് നടക്കുന്നുണ്ട്. സർവ്വലോകനാശത്തെ നിഷേധിച്ചപ്പോ ലോകം മൊത്തം നശിക്കാനുള്ള ആ രണ്ടാമത്തെ ഊത്തിനെ കുറിച്ച് സൂറത്ത് യാസീൻ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ മുമ്പ് ലോകം നശിക്കാൻ പോകുന്നു എന്ന ഒരു സൂചനയായിട്ട്, അതിനൊരു സിഗ്നൽ എന്നോളം ആദ്യത്തെ ഒരു ഊത്തുണ്ട്. ആ ഊത്തോടുകൂടെ ലോകം മുഴുവൻ വിറക്കാൻ തുടങ്ങും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. നേരത്തെ പറഞ്ഞത് ഒന്നും പറയാൻ സമയം കിട്ടൂല, അതിന്റെ മുമ്പ് തന്നെ മരിച്ചു പോകാൻ. അത് രണ്ടാമത്തെ ഊത്താണ്. ആദ്യത്തെ ഊത്ത് എല്ലാവരും വെപ്രാളത്തിൽ അകപ്പെടുന്ന ഒരു ഊത്താണ്. ഭയവിഹ്വലമാകുന്ന, എല്ലാവരെയും ഭയപ്പെടുത്തുന്ന, അന്ധിപ്പിച്ചു നിർത്തുന്ന ഒരു ഊത്ത്. കുറച്ചു സമയം മനുഷ്യരെല്ലാവരും അന്തിച്ചു നിൽക്കുകയാണ്.
അങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ ഊത്ത് നടക്കുന്നത്. മൂന്നൂത്ത്. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത്. എന്നാൽ ആ രണ്ടൂത്തുകളുടെ ഇടയിൽ പിന്നീട് മനുഷ്യൻ ഈ പാല് കറക്കാനും ടെക്സ്റ്റൈൽസിൽ പോകാനുമൊക്കെ ലോകത്ത് പല ദുരന്തങ്ങളും നടക്കുമ്പോൾ പിന്നെ ചാൻസ് ഉണ്ടോ? അതിൻ്റെ ഇടയിൽ വർഷങ്ങളുടെ ദൈർഘ്യമുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. വർഷങ്ങളുടെ ദൈർഘ്യം 50 കൊല്ലം വരെ പിന്നെയും നീണ്ടു നിന്നേക്കാമെന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും അതൊന്നും നിശ്ചിതമായ കണക്കല്ല, ഖണ്ഡിതമായ കണക്കല്ല. ഏതായാലും അതിൻ്റെ ഇടയിലുള്ള പരിധി ഇത്രയാണെന്ന് നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കുറേയിട നിൽക്കും. അപ്പൊ കുറേ ഭീകരമായ രംഗങ്ങൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഭീകരമായ രംഗങ്ങൾ ഇങ്ങനെ കണ്ടങ്ങ് തഴങ്ങി വീണ്ടും ഈ ലോകവുമായുള്ള ബന്ധങ്ങൾ തുടങ്ങുമ്പോഴേക്കാണ് ഈ തകർക്കൽ. ആ തകർക്കലോടുകൂടെ രണ്ടാമത്തെ ഊത്തോടുകൂടെ എല്ലാം തകരുകയാണ്. ഒന്നാമത്തേത് പ്രകമ്പനം കൊള്ളിക്കുന്ന ഊത്താണ്, എല്ലാവരെയും പേടിപ്പിക്കുന്ന ഊത്താണ് ഒന്നാമത്തേത്. മഹാന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. ഒന്നാമത്തേത് നഫ്ഖത്തുൽ ഫസൽ, ഭയവിഹ്വലരാകുന്ന ഊത്ത്, എല്ലാവരെയും ഭയവിഹ്വലരാക്കി കളയുന്ന ഊത്ത്. അതിനെക്കുറിച്ചാണ് ഖുർആനിൽ സൂറത്തുൻ നംലിൽ അല്ലാഹു പറഞ്ഞത്. വയൗമ യുൻഫഖു ഫിസ്സൂരി ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്. സൂർ കാഹളത്തിലൂതപ്പെട്ടാൽ ആകാശഭൂമികളിലുള്ള എല്ലാവരും പേടിച്ചു ബേജാറാവും. സൂറത്തുൻ നംൽ 87. ഇനി രണ്ടാമത്തേത് ബോധം കെട്ട് മരിച്ച് വീഴുന്ന ഊത്താണ്. നേരത്തെ നമ്മൾ പ്രതിപാദിച്ചത് ഒറ്റയടിക്ക് ലോകം മുഴുവൻ നശിക്കുന്നു. നഫ്ഖത്തുൽ മൗതി വസ്സഅഖ്, ബോധം കെട്ട് മരിച്ചു വീഴുന്ന ഊത്ത്. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ്. അതേ, ആ ഊത്തും കൂടെ ഊതുമ്പോ, രണ്ടാമത്തെ ഊത്തൂതുമ്പോ ആകാശഭൂമികളിലുള്ള മുഴുവൻ ആളുകളും ബോധം കെട്ട് മരിച്ചു വീണു. അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകൾ ഒഴികെ, അഥവാ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഇങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം, ഇവരൊക്കെ ബാക്കി നിൽക്കുന്നു എന്ന് ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്. ഇല്ല മൻ ശാ അല്ലാഹ്. ആരോ ഒക്കെ രണ്ടാമത്തെ ഊത്ത് കഴിഞ്ഞാലും ഇവിടെ നിലനിൽക്കും. കാരണം ഊതുന്നത് ഇസ്രാഫീലാണ്. ജിബ്രീലും മീകായിലും അതുപോലെ തന്നെ അസ്രായിലും ഒക്കെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അവരെ അസ്രായിലിനോട് ഇവരുടെ റൂഹ് പിടിക്കാനെന്ന് പറയുന്നു. ബാക്കിയുള്ളവരുടെ മലക്കുൽ മൗത്ത് അസ്രായിൽ റൂഹ് പിടിക്കുന്നു. അവസാനം അസ്രായിലിനോട് സ്വയം റൂഹ് പിടിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോ അസ്രായിൽ തന്റെ റൂഹ് പിടിക്കുമ്പോൾ കോടാനക്കോടി മനുഷ്യരുടെ റൂഹ് പിടിച്ച അസ്രായിൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് സങ്കടം പറയുന്നു. പടച്ചോനെ, വല്ലാത്ത വിഷമമുള്ള കാര്യം തന്നെ ഇത്. ഏതാവട്ടെ, ഇത് കഴിഞ്ഞാൽ സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, വീണ്ടും ഒരു ഊത്തൂതിയാൽ ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ. മൂന്നാമത്തെ ഊത്ത്. അത് ഊതിക്കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എഴുന്നേറ്റ് നിൽക്കുകയാണ്. സൂറത്തുൽ സുമർ 68. ഇനി ആ എഴുന്നേൽപ്പ്, പുനരെഴുന്നേൽപ്പിന്റെ ഊത്തിനെ കുറിച്ച് നഫ്ഖത്തുൽ ബഅ്സി വൽ ഖിയാം എന്ന് പറഞ്ഞ പുനരെഴുന്നേൽപ്പ് ഊത്ത്, അതിനെക്കുറിച്ച് തന്നെ ഈ ആയത്തിൽ അത് വന്നു. ആയത്തിന്റെ വാൽ കഷ്ണത്തിൽ അത് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ തൊട്ടടുത്ത് വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നു, എല്ലാവരും എഴുന്നേറ്റോടുകയാണ്, ഇലാ റബ്ബിഹിം യൻസിലൂൻ. അവരുടെ റബ്ബിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ കുതിച്ചോടുകയാണ്. യൻസിലൂൻ, അവിടെ എഴുന്നേൽക്കുന്ന സമയത്ത് മൂന്നാമത്തെ ഊത്തങ്ങ് ഊതിയാൽ, ആ മുഴക്കമങ്ങ് കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേൽക്കുന്നു. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അസ്രായീലിനെ കൊണ്ട് റൂഹ് പിടിപ്പിച്ച് ആ ഇസ്രാഫീലിനെ അല്ലാഹു തആല പുനരെഴുന്നേൽപ്പിച്ചിട്ട് ഇസ്രാഫീലിനോട് പറയുന്നു മൂന്നാമത്തെ ഊത്തൂതാൻ. ആ ഊത്തൂതുമ്പോഴേക്ക് എല്ലാവരും എഴുന്നേറ്റിട്ട് അതാ അവരവരുടെ റബ്ബിലേക്ക് ലക്ഷ്യം വെച്ചോടുകയാണ്.
അല്ലാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുകയാണ്. ഒരു കുട്ടിയും താമസിക്കുന്നില്ല, ശങ്കിച്ചു നിൽക്കുന്നില്ല, ആരും അന്തിച്ചു നിൽക്കുന്നില്ല, കാര്യം തിരിയാത്തവൻ ആരുമില്ല, എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു പുനരെഴുന്നേൽപ്പിനെയും അവിടെ ജനങ്ങൾ ഓടുന്നതിനെയുമൊക്കെ എന്നിട്ട് ശിക്ഷാരക്ഷകൾ നൽകുന്നതും വിചാരണ നൽകുന്നതുമൊക്കെ പറയുമ്പോ ഇവിടെ അതിനെ കൊഞ്ഞനം കുത്തിയവനടക്കം അന്ന് നമ്മുടെ കൂടെ ഓടാനിരിക്കുകയാണ്. റബ്ബിന്റെ കോടതിയിലേക്ക് മഹ്ശറ വൻസഭയില് അല്ലാഹു വിചാരണക്കൊരുക്കിയ പോയിന്റിലേക്ക് നമ്മളെല്ലാവരും കൂടെ ഓടുകയാണ്. ആ കൂട്ടത്തിൽ ഇവന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. യുക്തിവാദികളുണ്ടാകും, നിരീശ്വരവാദികളുണ്ടാകും. അവരുടെ യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ തകർന്നടിഞ്ഞു. അവർക്കെല്ലാവർക്കും ബോധ്യപ്പെടും. എഴുന്നേറ്റോടുമ്പോൾ അവർ ചോദിക്കുന്ന, വളരെ ബേജാറോടുകൂടി അവർ ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്തു യാസീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അതിന്റെ മുമ്പ് ഈ എഴുന്നേറ്റ് പോകുന്നത് വളരെ സ്പീഡിലാണ് ഓടുന്നത് എന്ന് ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ രക്ഷിതാവിലേക്ക് കുതിച്ചോടുകയാണ്. യൻസിലൂൻ, നസ്ല് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം സ്പീഡിൽ നടക്കുക എന്നാണ്. സ്പീഡിൽ ഓടുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയും രേഖപ്പെടുത്തിയത് കാണാം. അൽ മശ്യൂ സരീർ, നസ്ൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഏതാനും ആളുകൾ ശിക്കായത്ത് പറഞ്ഞു എന്ന് പറഞ്ഞത് ഹദീസിൽ കാണാം. ശക്കൗനാ ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഅഫ, ഞങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിനോട് ചെന്നിട്ട്, നബിയെ, ഞങ്ങൾക്ക് തളർച്ചയാണ്, ശരീരത്തിന് വേണ്ടത്ര ആരോഗ്യമില്ല, അനാരോഗ്യ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും, രോഗവും വിഷമവുമാണ് എല്ലാവർക്കും എന്ന് ഞങ്ങൾ പരാതി പറഞ്ഞപ്പോൾ ഫഖാല, മുത്തുനബി ഞങ്ങളോട് പറഞ്ഞു, സഹാബത്ത് പറയുകയാണ്, അലൈക്കും ബിന്നസ്ൽ, അലൈക്കും ബിന്നസ്ൽ, അലൈക്കും ബിന്നസ്ൽ ഫഇന്നഹു യുനശ്ശിതു, അലൈക്കും ബിന്നസ്ൽ, നിങ്ങൾ നന്നായി തടി അറിയുന്ന രൂപത്തിൽ നിങ്ങൾ നടക്കണം, നിങ്ങൾ നന്നായി സ്പീഡിൽ നടക്കണം, വിയർപ്പ് പൊട്ടുന്ന രൂപത്തിൽ നടക്കണം. ഫഇന്നഹു യുനശ്ശിത്, അത് നിങ്ങളുടെ ശരീരത്തിന് ഉന്മേഷം പകരും. ഫഇന്നഹു യുനശ്ശിത്, കണ്ടില്ലേ നിങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നിതാ നേരം വെളുത്താൽ അതിരാവിലെ തന്നെ സുബഹിക്ക് തന്നെ നമ്മൾ കാണുന്ന കാഴ്ച, മുറ്റത്തിറങ്ങുന്ന സമയത്ത് ഉദൂ ചെയ്യാൻ വേണ്ടി മുറ്റത്തിറങ്ങുമ്പോ റോട്ടിലൂടെ തലങ്ങും വലങ്ങും ഓടുന്ന സഹോദരന്മാരും, എന്തിനധികം സഹോദരിമാരും. കാരണം ആരോഗ്യ പ്രശ്നം സഹോദരിമാരെ പിടികൂടാൻ തുടങ്ങി. കാരണം പാചകത്തിന് മെഷീനുകളാണ് എന്നല്ല, അലക്കാൻ മെഷീനാണ്, പാചകത്തിന് മെഷീനാണ്, എല്ലാം യന്ത്രയുഗമായി മാറിയപ്പോ സഹോദരിമാർക്ക് തിന്നുക, കിടക്കുക എന്നല്ലാതെ മറ്റൊരു പണിയുമില്ല. അപ്പോൾ ആരോഗ്യം മുഴുവനും ക്ഷയിച്ചു പോവുകയാണ്. ആ സമയത്ത് പെണ്ണും ഇന്ന് അതാ അതിരാവിലെ പുറത്തിറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ പറയുന്നത്, ഡോക്ടർമാർ അതിരാവിലെ വിയർപ്പ് പൊട്ടിച്ച് നടക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിന് അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്തെ കാലങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച മഹിതമായ ഒരാശയമാണത്. ചെറിയ ആശയമല്ല. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തെ നേരത്തെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ആശയം. അലൈക്കും ബിന്നസ്ൽ, അന്ന് നമ്മൾ വനത്തുബൂമാ ഖദ്ദമൂ വആസാറഹും എന്ന ആയത്ത് ചർച്ച ചെയ്തപ്പോഴാണത് പറഞ്ഞത്. ആ ഓടുന്നത് പള്ളിയിലേക്കാക്കുകയാണ് ആണുങ്ങളെങ്കിൽ എത്ര ഗുണകരമാണ്. വആസാറഹും എന്ന് പറഞ്ഞ നിക്ഷേപം വർദ്ധിക്കുകയും ചെയ്യും. രണ്ട് കാര്യം അതുകൊണ്ട് കിട്ടുമെന്ന് അന്ന് നമ്മൾ പറഞ്ഞു. അതിന് കുറെ ഉദാഹരണങ്ങളും പറഞ്ഞിരുന്നു, അതിലേക്ക് ഇനി വരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇലാ റബ്ബിഹിം യൻസിലൂൻ, അതാ മറ്റൊരായത്തിൽ എന്ന് പറയുന്നു, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ, ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് മനുഷ്യരൊക്കെ വളരെ സ്പീഡിലും ധൃതിയിലും പുറപ്പെട്ടു പോകുന്ന ആ ദിവസം, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ, ധൃതി പിടിച്ച് ഖബറുകളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന നാള്, കഅന്നഹും ഇലാ നുസുബിൻ യൂഫിലൂൻ, കഅന്നഹും ഇലാ നുസുബിൻ യൂഫിലൂൻ. അന്ന് അവരോടുമ്പോ
ഏതോ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ഓടുന്നവരെ പോലെ ഉണ്ടാകും. കാരണം കുറെ അങ്ങോട്ട് ഓടുന്നു, കുറെ അങ്ങോട്ട് ഓടുന്നു, ഒരു പരക്കമ്പാസിലല്ല. എല്ലാവരും ഒരേ പോയിന്റിലേക്കാണ് ഓടുന്നത്. എവിടെ എഴുന്നേറ്റവനും ഏതു ഭാഗത്താണോ ഓടാനുള്ള പോയിന്റ് ആ ഭാഗത്തേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഏതോ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ സ്ഥാപിച്ചിരിക്കുന്ന അടയാളങ്ങളിലേക്ക് ഓടുന്നവരെ പോലെയുണ്ട്. നുസുബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായ വ്യത്യാസത്തിലായ ഒന്നാണ്. നുസുബ് എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾ എന്നർത്ഥമുണ്ട്. വിഗ്രഹങ്ങൾ എന്ന അർത്ഥപ്രകാരവും ഇവിടെ പറയാവുന്നതാണ്. ഇവിടെ കാര്യസാധ്യത്തിന് വേണ്ടി, ലക്ഷ്യസാധ്യങ്ങൾക്ക് വേണ്ടി അവരോടിയിരുന്നത് ലക്ഷ്യസാക്ഷാത്കാരങ്ങൾക്ക്, പ്രതിഷ്ഠാ സംവിധാനങ്ങളിലേക്കാണ് അവർ ഓടിയിരുന്നതെങ്കിൽ ആ വിഗ്രഹങ്ങളെ തേടി ഓടിയതുപോലെ നാളെ എഴുന്നേറ്റിട്ട് വിഗ്രഹങ്ങളെ തേടിയല്ല ഓടുന്നത്. റബ്ബൊരുക്കിയ സ്ഥാനത്തേക്ക് ഓടുമ്പോ ഈ വിഗ്രഹങ്ങളിലേക്ക് ദുനിയാവിൽ അവർ ഓടിയ അതേ സ്പീഡും ധൃതിയും നിർബന്ധ ബുദ്ധിയുമൊക്കെ അവർക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്നാൽ അതിലേറെ മഹാന്മാരായ മുഫസ്സിറുകൾ തന്നെ രേഖപ്പെടുത്തിയത് കാണാം. ഇമാം റാസി രേഖപ്പെടുത്തിയ ഒരു അഭിപ്രായം, മറ്റു ചിലരും ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് കാണാം. അവര് പറഞ്ഞത് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന മത്സരാർത്ഥികൾ, ആ മത്സരാർത്ഥികൾക്ക് വേണ്ടി ഫിനിഷിംഗ് പോയിന്റിൽ എവിടെയാണോ ഇത് അവസാനിക്കുന്നത് ആ ഫിനിഷിംഗ് പോയിന്റിൽ സ്ഥാപിക്കുന്ന അടയാളങ്ങളുണ്ട്. ആ നാട്ടക്കുറി അവിടെ സ്ഥാപിച്ചിട്ട് ആ കാണുന്ന തൂണുവരെ ഓടണമെന്നതാണ് തീരുമാനം. അപ്പോൾ ഓട്ട മത്സരത്തിലെ മത്സരാർത്ഥികൾക്ക് അവർക്ക് ഫിനിഷിംഗ് പോയിന്റിൽ സ്ഥാപിച്ച നാട്ടകൾ, മരങ്ങൾ, അടയാളങ്ങൾ, നാട്ടക്കുറികൾ അതിലേക്ക് ഓടുന്നവരെ പോലെയുണ്ട്. ഫിനിഷിംഗ് പോയിന്റിലുള്ള അടയാളം ലക്ഷ്യം വെച്ച് ഓടുന്നവർ വളരെ സ്പീഡിലായിരിക്കും ഓടുക. അങ്ങുമിങ്ങും ചിതറിയോടുകയില്ല, ഒരേ ലെവലിൽ ഒഴുകിക്കൊണ്ടിരിക്കും. അതേ രൂപത്തിൽ നാളെ പടച്ച റബ്ബും എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നു റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക്. ഇലാ റബ്ബിഹിം യൻസിലൂൻ. ആ പോക്കിൽ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ പോക്കിൽ ഇവൻ പറയുന്നതെന്നറിയോ? ആ ഓട്ടത്തിനിടയിൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാ മനുഷ്യരും പറയുന്നു, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹദാ മാ ബഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. എല്ലാവരും ഓടുകയാണ്. ഓടുമ്പോ എല്ലാ ആളുകളും ചോദിക്കുകയാണ്, മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണടാ നമ്മളെ ഉറക്കറയിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ചത്? പെട്ടെന്നാണല്ലോ ഇത് സംഭവിക്കുന്നത്. ഖിയാമം സംഭവിക്കുന്നത്, പുനരുത്ഥാനം സംഭവിക്കുന്നതെല്ലാം പെട്ടെന്നാണ്. വമാ അംറുസ്സാഅതി ഇല്ലാ കലംഹിൽ ബസരി ഔ ഹുവ അഖ്റബ്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്, ഖിയാമത്തിന്റെ കാര്യം പുനരുത്ഥാനത്തെക്കുറിച്ചും സാഅത്തി എന്ന് പ്രയോഗിക്കും. പുനരുത്ഥാനത്തിന്റെ കാര്യമല്ല, ഇല്ലാ കലംഹിൽ ബസർ, കണ്ണിമ വെട്ടും പോലെയല്ലാതെയല്ല. കണ്ണിമ വെട്ടുന്നത് പോലെയാണത്. കണ്ണിമ വെട്ടി എഴുന്നേൽക്കാൻ കൂടുതൽ സമയം വേണോ? കണ്ണിന്റെ ഇമ ഒന്നങ്ങോട്ട് അടച്ചു തുറക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? ഒന്ന് അടച്ചു തുറന്നു നോക്കൂ. അല്ല, അതിലേറെ അടുത്താണത് നിൽക്കുന്നത്. കണ്ണിമ വെട്ടുന്ന സമയം പോലും വേണ്ട, അതിന്റെ മുമ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും അടുത്താണെന്ന് പടച്ച റബ്ബ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. എത്ര നല്ല പാഠങ്ങളാണത്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും ഇത്ര അടുത്താണ്, തലക്കുമീതെ തൂങ്ങിക്കിടക്കുന്നെന്ന് കേട്ടിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ഖാലൂ, ഇവർ ചോദിക്കുകയാണ്, യാ വൈലനാ, നമ്മുടെ സങ്കടമേ, നമ്മുടെ അവസ്ഥയുടെ പരിതാപകരമെന്നല്ലാതെ എന്തു പറയും? നമ്മളെപ്പോലെ നഷ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? യാ വൈലനാ, ഓ എന്തൊരു കഷ്ടം. യാ വൈലനാ മൻ ബഅസനാ, ആരാണടാ നമ്മളെ വിളിച്ചുണർത്തിയത്? മിൻ മർഖദിനാ, നമ്മൾ സുഖമായി ഉറങ്ങുന്ന ഉറക്കറയിൽ നിന്ന്. കണ്ടോ, നിദ്രാമുറിക്കാണ്, ഉറക്ക് മുറിക്കാണ്.
നന്നായി ഗാഠനിദ്രയിൽ പൂണ്ടുകിടക്കുന്ന റൂമിനെ ശയന റൂമിനാണ് യഥാർത്ഥത്തിൽ മർക്കദി എന്ന് പ്രയോഗിക്കുന്നത്. അപ്പൊ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ച മനുഷ്യൻ ചോദിക്കുകയാണ്, മർക്കദിന, ആരേടാ നമ്മളെ എഴുന്നേൽപ്പിച്ചത്? ആരാ ഇത് ചോദിക്കുന്നത്? ആരാണ് അതിന് മറുപടി പറയുന്നത്? ആ കാര്യം വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്നാൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യരിങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ അവർ ചോദിക്കുകയാണ്, ആരാണ് നമ്മുടെ ഉറക്കറയിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ചത്? അതാ ഇത് മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. ചോദ്യം ചോദിച്ചു, ഉത്തരവും പറയുന്നു. അതാ മാ വഅദ റഹ്മാൻ, ഇത് തന്നെയായിരുന്നു പടച്ച റബ്ബ് നമ്മളോട് വാഗ്ദത്തം ചെയ്തിരുന്നത്. നിങ്ങൾക്ക് രണ്ടാമതൊരു പുനരെഴുന്നേൽപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടെ നന്മ തിന്മകൾക്കനുസരിച്ച് രക്ഷയും ശിക്ഷയും കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അന്ന് നീ ചോദിച്ചു, മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ, എപ്പോഴാ ഈ പറയുന്ന ഓലപ്പാമ്പുകളുടെയൊക്കെ പുലർച്ച എന്ന് ചോദിച്ചില്ലേ? മോനെ, അതാണ് കേട്ടോ ഇത്. ആര്? ദുന്യാവിൽ നിന്നത് പറഞ്ഞവൻ ഇവിടെ വന്ന് പറയാൻ ആദാമാ ബഅദർ റഹ്മാൻ, എപ്പോഴാ എന്ന് നമ്മൾ ചോദിച്ച ആ മഹാദുരന്തമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ആദാമാ ബഅദർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബ് നമ്മളോട് വാഗ്ദാനം ചെയ്തതാണിത്. അതിലൊരു വിഷയമുണ്ട്. അതെന്താ? അല്ലാഹ് നമുക്ക് നേരത്തെ അത് അറിയിച്ചു തന്നു എന്നത് വല്ലാത്തൊരു റഹ്മത്താണ്. റഹ്മാൻ എന്നാണ് അല്ലാഹ് അവിടെ പ്രയോഗിച്ചത്. പക്ഷെ അതൊക്കെ സമ്മതിക്കുന്നത് പരലോകത്തെത്തിയിട്ടാണ്. ഇനി കാര്യമില്ല. ഹദാമാ ബഅദർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബ്, കരുണക്കടലായ ദയാപരനായ റബ്ബ്, അവൻ വാഗ്ദാനം ചെയ്ത കേസാണിത്. ഇങ്ങനെ എഴുന്നേൽക്കുന്നു പറഞ്ഞതാണ്. എടാ, അത് തന്നെയായി കണ്ടത്. വസദഖൽ മുർസലൂൻ, ഇങ്ങനെ എഴുന്നേൽക്കട്ടോ, പരലോകത്തേക്ക് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഓടും കേട്ടോ, എന്നിട്ട് വിചാരണ നാൾ വരും കേട്ടോ, എന്നിട്ട് രക്ഷയും ശിക്ഷയും വരും കേട്ടോ. ഇതൊക്കെ നമ്മളോട് അന്ന് ദൈവദൂതന്മാർ കടന്നുവന്ന്, അല്ലാഹുവിന്റെ മുർസലീങ്ങൾ കടന്നുവന്ന് നമ്മളോട് പറഞ്ഞപ്പോ നമ്മളവരെ കളവാക്കിയില്ലേ? വസദഖൽ മുർസലൂൻ, അന്ന് പ്രവാചകന്മാര് പറഞ്ഞിരുന്നത് 100% അത് സത്യമായിരുന്നു. സമ്മതിക്കാൻ ഇതാര് പറയുന്നതാണ്? ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞു ഇത് സത്യനിഷേധികൾ പറയുന്നതാണ്. ആവാം, ആ വ്യാഖ്യാനത്തിന് കുഴപ്പമില്ല. കാരണം സത്യനിഷേധികൾ ഇത് പറയും. ചിലർ പറഞ്ഞു വിശ്വാസികളും കൂട്ടത്തിൽ ഇത് പറയും. സത്യനിഷേധികൾ പേടിച്ചു വിറച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ മുഅ്മിനീങ്ങൾ പറയുന്നത് അല്പം അന്തസ്സോടെയാണ്, ഉസ്സത്തോടെയാണ്. ഇതല്ലേ റഹ്മാനായ റബ്ബ് നമ്മളോട് വാഗ്ദാനം ചെയ്തത്. ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് കരുതിയല്ലേ നമ്മൾ നിസ്കരിച്ചത്. ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് കരുതിയല്ലേ നമ്മൾ നോമ്പ് നോറ്റത്. ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് കരുതിയല്ലേ നമ്മൾ ഹജ്ജ് ചെയ്തത്. ഇങ്ങനെ ഒരു നാൾ വരുമെന്ന് കരുതിയല്ലേ അന്ന് പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ അയൽക്കാര് മുഴുവനും അശ്ലീല ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളതൊന്നും വേണ്ട എന്ന് വെച്ച് ഖുർആൻ പാരായണം ചെയ്തത്. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഹസ്സത്തും ദുഹ്റയും പരസ്പരം അഭിപ്രായം പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടടി. വസദഖൽ മുർസലൂൻ, അന്ന് നമുക്ക് ഈ വിവരം തന്ന പ്രവാചകന്മാര് പറഞ്ഞത് എത്ര സത്യമായിരുന്നു. നേരത്തെ സത്യമാണെന്ന് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. നാളെ പരലോകത്ത് വരുമ്പോ ഈ നിഷേധികളുടെ മുമ്പിൽ നിന്ന് അന്ന് ഞങ്ങൾ വിശ്വസിച്ച് കൂടെ കൂടിയ പ്രവാചകന്മാർ അവര് വിശ്വസിച്ചു എന്ന കാരണം കൊണ്ട് അവർ രക്ഷപ്പെട്ടതുകൊണ്ട് അവർ രക്ഷപ്പെട്ട സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഒരു തവണയും കൂടെ ആഖിറത്തിൽ വെച്ച് പ്രവാചകന്മാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. വസദഖൽ മുർസലൂൻ, വസദഖൽ മുർസലൂൻ, മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞത് കറക്റ്റാണ്. എല്ലാം പുലർന്നിരിക്കുന്നു. ഇനി നമുക്ക് മഹ്ശറിലേക്ക് പോകാം. സത്യനിഷേധികൾ പറയുമ്പോ ഇനി എന്തൊക്കെയാ വരാനുള്ളത് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇനിയാണല്ലോ വിചാരണയും സ്വർഗവും നരകവും ഒക്കെ. പടച്ചോനെ കുതിരയാക്കിയിരുന്നതും നിഷേധിച്ചതും ഈ ഒരു എഴുന്നേൽപ്പിനെ കുറിച്ച് ആ മരിച്ച മനുഷ്യൻ പിന്നെ എഴുന്നേൽക്കാൻ അതുണ്ടായടാ. ഇനിയൊന്നും പറയാനില്ല, ബാക്കിയുള്ളതൊക്കെ നടക്കാനുള്ളതാണ്. വസദഖൽ മുർസലൂൻ, എത്ര ഖേദപൂർവമാണത് പറയുന്നത്. റഹ്മാനായ റബ്ബേ,
ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുതല്ലാ. ഈമാൻ നഷ്ടപ്പെടുന്നവരിൽ പെടുത്തല്ല. പഠിച്ചവനെ ഖുർആനിൽ ഹക്കീം വിശദീകരിച്ചപ്പോൾ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ കണ്ണു തുറപ്പിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സത്യമുണ്ട്. ഇത് നിന്റെ വചനം തന്നെയാണ്, നിന്റെ കലാമ് തന്നെയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അല്ലാ. അതുകൊണ്ട് നിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളൊക്കെ ഈ സദസ്സിൽ നിന്ന് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ മൂന്നാമത്തെ ഊച്ചൂതുമ്പം അതാ എഴുന്നേറ്റ് നിൽക്കുന്നു, എന്നിട്ട് നിന്റെ കോടതിയിലേക്ക് ഓടുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പടച്ചോനെ നെഞ്ചൂക്കോടെ പറയാൻ കഴിയുന്ന, നെഞ്ചുറപ്പോടെ ഈ ആശയം വിളിച്ചു പറയാൻ കഴിയുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തിച്ചാൽ ഞങ്ങളെ മാത്രം പെടുത്തിയാൽ പോരാ, ഞങ്ങളെ മാതാപിതാക്കളെയും പെടുത്തണമല്ല, ഞങ്ങളെ മക്കളെയും പെടുത്തണമല്ല. ആരെയും നീ വഴി പിഴപ്പിച്ചു കളയല്ല, ഞങ്ങളെ നീ പഠിപ്പിച്ചു കളയല്ല, ഞങ്ങളുടെ ഈമാൻ നീ തകർത്തു കളയല്ല. നോക്കൂ നിങ്ങൾ, ഇനി ഈ പരാമർശത്തിലൊരു ചെറിയ സംശയം, അത് സ്വാഭാവികമാണ്. അങ്ങനെ ഒരു സംശയം വരിക എന്നത് അതെന്താ? ഒരു ചെറിയ സംശയം സ്വാഭാവികമാണ്. ആരാണ് നമ്മളെ നമ്മളുടെ സുഖനിദ്രയിൽ നിന്ന്, ഉറക്കറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോ ഇതുവരെയുള്ള ഖബർ ജീവിതം നല്ല സുഖ സമ്പൂർണമായ വീടാണെന്ന് തോന്നുന്നില്ലേ? സംഗതി അങ്ങനെയല്ലല്ലോ. നിഷേധികൾക്കും തെറ്റ് ചെയ്ത മുഅ്മിനീങ്ങൾക്കും ഒക്കെ ഖബറിൽ അദാബുണ്ടെന്നല്ലേ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ അത്തഹിയാത്തിൽ വമിൻ അദാബിൽ ഖബരി വമിൻ ഫിത്നതിഹി വമിൻ അദാബിന്നാർ ഞങ്ങളോട് ദുആ ചെയ്യാൻ, നമ്മളോട് ദുആ ചെയ്യാൻ മുത്തുനബി പഠിപ്പിച്ചത്. മയ്യത്തിനെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹുമ്മ അഈദുഹു മിൻ അദാബിൽ ഖബർ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. റബ്ബേ, ഖബറിന്റെ വിഷമത്തെ തൊട്ട് ഇയാളെ രക്ഷിക്കണം. അപ്പൊ ഖബറിൽ ശിക്ഷയുണ്ടെന്നത് ആയത്തും ഹദീസും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ച ആശയമാണ്. ആയത്തിലും വന്നു കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മരിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ അറിയും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. വേണ്ട വേണ്ട, അത് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പം പിന്നെ പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അറിയാൻ പോകുന്നു. ഒന്നാമത്തത് ഖബർ ശിക്ഷയാണ്, രണ്ടാമത്തത് നരകശിക്ഷയാണ്. അപ്പോൾ ഖബർ ശിക്ഷ എന്ന ഒന്ന് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഉറക്കറ എന്ന് വിശേഷിപ്പിക്കുക? നമുക്ക് ഉറക്കറ എന്ന് കേട്ടാൽ എന്തൊരു സന്തോഷമാണ്. നല്ല ഇരുട്ടുള്ള റൂമിൽ ഫാനും ഇട്ട് AC-യും ചാലുവാക്കി ഉഷാറായിട്ട് പുതച്ചുറങ്ങുകയാണെങ്കിൽ എന്തൊരു സുഖാണ്. മാത്രമല്ല എല്ലാ സുഖ സൗകര്യങ്ങളും ഒത്തൊരുമിക്കുന്ന സ്ഥലമല്ലേ ഉറക്കറ. എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുമിക്കുന്ന കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തോട് ഖബറിനെ ഉപമിപ്പിക്കാൻ പറ്റുമോ? അവിടെ അദാബല്ലേ. അതിന് മറുപടി പറയുന്നു ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ. ഇസ്മായിൽ കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറയുന്നുണ്ട്. ഇദാ ആയനു ജഹന്നമ വഅൻവാഅ അദാബിഹാ വസ്തബഹു അലാ റൂസിൽ അഷ്ഹാദ് വസാറ അദാബുൽ ഖബരി ഫീ ജംബിഹാ കന്നൗം. നാളെ എഴുന്നേറ്റ് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഓടിപ്പോവുകയാണ്. നരകാണ് മുമ്പിൽ കാണുന്നത്, നരകാണ് വലിച്ചു കൊണ്ടുവരുന്നത്. ആ നരകവും നരകത്തിന്റെ അദാബുകളുമൊക്കെ പരലോകം പുനരുത്ഥാനത്തിന്റെ ശേഷമുള്ള എന്ന് പറഞ്ഞാൽ ഇതുവരെ ബോഡിയിലേക്ക് ആത്മാക്കളുടെ കണക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ആ ബോഡികൾ വന്ന് കൃത്യമായി ആത്മാക്കൾ വന്ന് ബോഡികളെ ചലിപ്പിച്ചിരിക്കുന്നു. ഇനിതാ എല്ലാ വിഷമങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിക്കുകയാണ്. ആ സമയത്ത് ഇതൊക്കെ കൺമുമ്പിലങ്ങ് കണ്ടപ്പോൾ നേരത്തെ അനുഭവിച്ചത് ഖബറിൽ കിടക്കുന്നത് വല്ലാത്ത ഒരു അദാബാണ് ആയിരുന്നു. ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്നായിരുന്നു ആത്മാക്കൾക്കുണ്ടായിരുന്ന അവസ്ഥ. എന്നാൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന ഭയാനകമായ രംഗങ്ങൾ കണ്ടപ്പോൾ നേരത്തെ കഴിഞ്ഞുപോയ ജീവിതം സുഖസുന്ദരമായ ജീവിതമാണ്, സ്വർഗസമാനമായ ജീവിതമാണ് എന്ന് ഇവരുറപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഖബറിൽ കിടക്കുമ്പോൾ അതെന്നെ ആലോചിക്കാൻ വയ്യാത്തതാണ്. ഒരു നേരം ഭക്ഷണം കിട്ടാത്തവന് വല്ലാത്ത വിഷമമാണ്.
നേരെ മറിച്ച് കുറച്ചു കഴിഞ്ഞിട്ട് 3 നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നേരത്തെ 2 നേരം ഭക്ഷണം കിട്ടിയ ആ അവസ്ഥ അത് സ്വർഗ ജീവിതമായിട്ട് അവന് തോന്നുക. ഇത് സ്വാഭാവിക. ഇതേ രൂപത്തിലാണ് അദാബിന് കടുപ്പം കൂടിയപ്പോ നേരത്തെ അനുഭവിച്ചത് അവൻ സ്വർഗസമാനമായി കാണുകയാണ്, ഉറക്കറയായി കാണുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാശയമുണ്ട്. അതെന്താണ്? കൺമുമ്പിൽ കാണുന്ന അദാബിന്റെ കടുപ്പം എത്രയാണ് എന്ന് നരകം. ഇൻഷാ അല്ലാഹ് ആ നരകം നമ്മൾ നാളെ അവതരിപ്പിക്കും. ഇന്ന് നമുക്ക് പറയാനുള്ളത് സ്വർഗമാണ്. അങ്ങനെ എഴുന്നേറ്റിട്ട് ഇവർ ചോദിക്കുകയാണ്, മൻ ബഅസനാ മിൻ മർഖദിനാ ഹദാ മാ ബഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. പുനരുത്ഥാനം ഇത് നടക്കേണ്ട അത്യാവശ്യ കേസാണ് എന്ന് ബുദ്ധിപരമായി തന്നെ തെളിയിക്കാവുന്നതാണ്. പുനരുത്ഥാനം എന്ന് ഒന്നുണ്ടാകുമോ? എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഒരു പക്ഷേ ഇസ്ലാമിന്റെ ഈ മൂല്യങ്ങള്, ഇസ്ലാമിന്റെ ഈ അടിസ്ഥാന കാര്യങ്ങൾ സമ്മതിക്കാത്ത കുറെ ആളുകളുണ്ടാവും. അത്തരം ആളുകളോടാ പറയുന്നത്. ഇസ്ലാമിനെ അടുത്തറിയാൻ ശ്രമിക്കുന്നവരോട് പറയുകയാണ്, ഇസ്ലാം പറയുന്ന പുനരുത്ഥാനം ഉണ്ടായേ പറ്റൂ, ഇസ്ലാം പഠിപ്പിക്കുന്ന പരലോകം ഉണ്ടായേ പറ്റൂ. ഈ ലോകത്തോടുകൂടെ ജീവിതം അവസാനിക്കാൻ പാടില്ല. എന്താണ് അതിന്റെ കാരണം? ഖുർആൻ 1-2 തെളിവുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ബുദ്ധിപരമായിട്ട് സമർത്ഥിക്കുകയാണ് ഖുർആൻ. അതെന്താ? മനുഷ്യൻ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവനല്ല. ഒന്നാമത്തെ തെളിവ്. മനുഷ്യനെ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല. ഖുർആൻ പറയുന്നത് അതുകൊണ്ട് തന്നെ പുനരുത്ഥാനം, പരലോകം ഉണ്ടാവണം. അതെങ്ങനെ വിശദീകരിക്കുമ്പോഴേ തിരിയൂ. ഈ ഭൂമിയിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇന്ന് ജീവിക്കുന്നു. തർക്കമില്ലല്ലോ ഈ കാര്യത്തിൽ. ബുദ്ധിയുള്ള ആരും ഇതിനെ എതിർക്കില്ല. കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇന്ന് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ യെസ് എന്ന് പറഞ്ഞു. കോടിക്കണക്കിന് മനുഷ്യന്മാർ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയി, അതിനും പറയും യെസ്. ഇനി വരാനും നിൽക്കുന്നു കോടിക്കണക്കിന് ജനങ്ങൾ. ആർക്കും തർക്കമല്ല, ഒക്കെ റെഡി. അതിനെന്താ? ഈ 3 കാലത്തും ഭൂത, വർത്തമാന, ഭാവി കാലങ്ങളിലെ ജനങ്ങൾ, ഇന്ന് ജീവിക്കുന്ന മനുഷ്യരെ നോക്കുക. ഇന്ന് ജീവിക്കുന്ന മനുഷ്യരിൽ, ഈ കോടിക്കണക്കിന് മനുഷ്യരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? സജ്ജനങ്ങളുമുണ്ട്, ദുർജനങ്ങളുമുണ്ട്. നന്മ തിന്മയുടെ മാനദണ്ഡം എന്താവട്ടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറയുന്ന നന്മയും തിന്മയും ആവണമെന്നില്ല. മറ്റുള്ളവർ പറയും നന്മ തിന്മയുടെ മാനദണ്ഡങ്ങൾ എന്താവട്ടെ. കള്ള് കുടിച്ചു നടക്കുന്നവനും കുടിക്കാതെ നടക്കുന്നവനും ഒരാളെക്കുറിച്ച് നല്ലവനെന്നും മറ്റേയാളെക്കുറിച്ച് വൃത്തികെട്ടവനെന്നും ലോകത്താരും പറയും, ബുദ്ധിയുള്ള ആരും പറയും. അത് ഒന്ന് ഇസ്ലാമിന്റെ അളവുകോല്, ശരീഅത്തിന്റെ അളവുകോല് കൊണ്ടാണ് നന്മയും തിന്മയും വേർതിരിച്ചത്. ഒന്ന് മാനുഷിക മൂല്യങ്ങൾ വെച്ചിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. എന്തോ ആവട്ടെ, മനുഷ്യത്വപരമായ കാരണങ്ങളാലും ചിലത് തിന്മയാണ്, ചിലത് നന്മയാണ്. മനുഷ്യർ അംഗീകരിക്കുന്നു. അപ്പൊ ഇവിടെ കട്ടും അതുപോലെ തന്നെ കുടിച്ചും പിടിച്ചും നടക്കുന്ന ഒരു ടീം ഇവിടെ ഉണ്ടെങ്കിൽ, അതിലൊന്നും കുടുങ്ങാതെ മാന്യരായി ജീവിക്കുന്ന ഒരു ടീമുമുണ്ടെങ്കിൽ, സജ്ജനങ്ങളും ദുർജനങ്ങളും എക്കാലത്തുമുണ്ട്, ഇപ്പോഴുണ്ട്. ചരിത്രമറിയുന്നവർക്ക് കഴിഞ്ഞുപോയ നൂറ്റാണ്ടിലുമുണ്ട്. പോക്കിരികൾ ജീവിച്ചിട്ടുണ്ട്, തമ്മാടികൾ ജീവിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന ജനതയിലും ഇങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് വിലയിരുത്താം. ഇതൊരു യാഥാർത്ഥ്യമാണ്, സംശയിക്കേണ്ടതില്ല. എന്നാൽ ഇതിൽ സജ്ജനങ്ങളിൽ പലരും ക്ലേശപൂർണമായ ജീവിതമാണ് സജ്ജനങ്ങളിൽ പലരും നയിക്കുന്നത്. നല്ല നിലക്ക് നടക്കുന്നവർക്ക് വളരെ വിഷമം പിടിച്ച ജീവിതം, എന്നും ദാരിദ്ര്യമാണ്, എന്നും കഷ്ടപ്പാടാണ്. അതേസമയം വേണ്ടാത്ത നിലയിൽ ജീവിക്കുന്ന മനുഷ്യൻ പൂർണ്ണമായി മൂല്യങ്ങളെ, ഇസ്ലാമിക മൂല്യങ്ങൾ എന്ന് പറയുന്നില്ല, നന്മകളെ ചതച്ചരച്ചുകൊണ്ട് അവയെ ചവച്ചുകൊട്ടകളിലേക്ക് തള്ളി അതാ തോന്നിവാസങ്ങളുമായി നടക്കുന്ന മനുഷ്യന്മാർക്ക് പൂർണ്ണമായ സുഖമാണ്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ നിലക്കും സുഖമാണ്. എന്നാൽ മറ്റു പലർക്കും അതില്ല. നല്ല വഴിക്ക് നീങ്ങുന്നവർക്ക് പലർക്കും അതില്ല. ഈ അവസ്ഥ സജ്ജനങ്ങളിലും ദുർജനങ്ങളിലും നമ്മൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ, ഇതു തന്നെയാണ് ജീവിതമെങ്കിൽ, മരണത്തോടുകൂടെയെല്ലാം കഴിഞ്ഞുവെങ്കിൽ കർമ്മഫലങ്ങൾ അർഹമായ രൂപത്തിൽ അനുഭവിക്കാൻ ഒരു ലോകമില്ലാതെ പോയാൽ
അങ്ങനെ വരുന്ന സമയത്ത് മനുഷ്യൻ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് വരുന്നു. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് മനുഷ്യനെ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇവിടെ നന്മയും തിന്മയും ചെയ്യുന്നയാള് ഇവിടെ നീതിയും അനീതിയും അവൻ അനുഭവിക്കുന്നില്ല പ്രതിഫലത്തിലെങ്കിൽ തീർച്ചയായും നീതി അനുഭവിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ട ഒരു ലോകം അവന് വന്നേ പറ്റൂ. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞു, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങൾ വിചാരിച്ചോ ഖലഖനാകും അബസാ, നിങ്ങളെ നമ്മൾ വെറുതെ ഈ ഭൂമിയിൽ പടച്ചു വിട്ടതാണെന്ന് കരുതിയോ, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മളിലേക്ക് മടക്കപ്പെടുകയില്ലെന്ന് വിചാരിച്ചോ. എന്നാ വേണ്ടട്ടോ, അത് ബുദ്ധിപരമായ ഒരു യാഥാർത്ഥ്യമാണ്. തലച്ചോറുള്ള ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പരലോകത്തേക്ക് വന്നേ പറ്റൂ. നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതല്ല. രണ്ടാമതായി അല്ലാഹു പറയുന്നു, അല്ലാഹു നീതിമാനാണ്. നീതിമാനാണ് അല്ലാഹു എന്ന് പ്രഖ്യാപിക്കുന്നു. അവൻ മനുഷ്യരെ സൃഷ്ടിച്ചു. രക്ഷാശിക്ഷകളെ കുറിച്ചുള്ള താക്കീത് നൽകി. നേരെ നടന്നവന് രക്ഷയും വളഞ്ഞു നടന്നവന് ശിക്ഷയുമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടും കേൾക്കാതെയും നടക്കുന്ന രണ്ടുതരം ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്കിൽ ഈ രണ്ടു കൂട്ടരും ഒരേ അവസ്ഥയിൽ നാളെ ഭാവിയിൽ അവരെ മരിപ്പിച്ചു തള്ളുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അനുവദിക്കാൻ കഴിയാത്തതാണ്. ഇതിലും വലിയ അനീതിയും ഉണ്ട്. റഹ്മാനായ റബ്ബ് പറയുന്നു, അം നജഅലുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിച്ച് സുകൃതങ്ങൾ ചെയ്ത ടീമിനെ നമ്മളാക്കുമോ, കൽമുഫ്സിദീന ഫിൽ അർള്, ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി നടന്ന തമ്മാടികളെ പോലെയാക്കുമോ, ദുർജനങ്ങളെ പോലെയാക്കുമോ, ദുർമാർഗികളെ പോലെയാക്കുമോ നല്ലവരെ നമ്മൾ? അതൊരിക്കലുമില്ല. ഭക്തന്മാരെ നമ്മൾ തമ്മാടികളെ പോലെയാക്കുമോ? ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീതിമാനായ വിധികർത്താവല്ലേ. അപ്പോൾ ഇവിടെ നന്മയും തിന്മയും ചെയ്തവന് രക്ഷയും ശിക്ഷയും കൊടുത്തേ ഞാൻ അടങ്ങൂ. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം.